ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സദൃശ്യവാക്യങ്ങൾ 26:20. വിറക് ഇല്ലാതിരുന്നാൽ തീ കെട്ടുപോകും, നുണയൻ ഇല്ലാതിരുന്നാൽ വഴക്കുമില്ലാതെയാകും. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൽ നിന്നും പ്രത്യേക ജ്ഞാനം ലഭിച്ച ദാവീദിൻ്റെ മകനായ ശലോമോനാണ് സദൃശ്യവാക്യങ്ങളുടെ ഭൂരിഭാഗവും രചിച്ചത്. ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സാധ്യമാകുന്ന നീതിയായ ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിൽ കാണുന്നത്. സങ്കീർത്തനം 19:14 ദാവീദ് പാടി, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. കത്തുന്ന തീക്കനലിന് വിറക് നൽകാതിരുന്നാൽ അത് പുറപ്പെടുവിക്കുന്ന ചൂട് കുറയുകയും തീജ്വാല കെട്ടുപോവുകയും ചെയ്യും. അഗ്നിയെ നാം നന്മയ്ക്കും തിന്മയ്ക്കുമായി ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നല്ലതും ആരോഗ്യകരവും ആകാം. എന്നാൽ നുണയൻ്റെ ചുണ്ടിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെയധികം അനാരോഗ്യകരവും ദോഷം വരുത്തുന്നതുമായിരിക്കും. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയും സഹോദരങ്ങൾക്കിടയിൽ അതൃപ്തി പരത്തുകയും ചെയ്യുന്നവരാണിവർ. അപവാദ പ്രചരണത്തിൽ ഏർപ്പെടുക, പിറുപിറുക്കുക തുടങ്ങിയവ ഇക്കൂട്ടരുടെ പ്രവൃത്തിയാണ്. അഗ്നിക്ക് അനവധി ഗുണങ്ങളുള്ളതുപോലെ ശരിയായ നാവ് ജീവവൃക്ഷം പോലെയായിരിക്കുന്നു. ജ്ഞാനികളുടെ ഹൃദയം അവൻ്റെ വായെ പഠിപ്പിക്കുന്നു, അവൻ്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ എന്ന് സദൃശ്യവാക്യങ്ങൾ 16 പറയുന്നു. വിശ്വാസ ജീവിതം തെറ്റായ സംസാരത്താൽ നശിപ്പിക്കപ്പെടുമെന്ന് ഓർക്കുക. പരദൂഷണം, പെറുപെറുപ്പ്, തെറ്റായ കുറ്റാരോപണങ്ങൾ ഇവ ദൈവം വെറുക്കുന്നു എന്ന് ഓർക്കുക. വിറകില്ലാതെ തീ അണഞ്ഞു പോകുന്നത് പോലെ പരദൂഷണമില്ലാതെ സംഘർഷം ഒഴിവാക്കി കിട്ടുന്നു. നമ്മുടെ ഹൃദയത്തെയും അധരത്തെയും ശുദ്ധീകരിക്കുവാനായി സർവകൃപാലുവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.